ഇതിപ്പോൾ തികച്ചും അലംഭാവപൂർണമായൊരു സമീപനമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് സൈന്യത്തിൻ്റെ ഇന്നത്തെ വരവും. അതുതന്നെ എത്ര വൈകിയാണ് സൈന്യം അവിടെ എത്തിയപ്പോൾ തന്നെ വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ എത്തുക. അവരെന്തിനാണ് അവിടെ എത്തിയത്? ഇന്ന് വന്ന് സ്ഥലമൊക്കെ ഒന്ന് നോക്കിപ്പോയിട്ട് നാളെ ആവശ്യമായ ഉപകരണങ്ങളുമായി വന്ന് തിരച്ചിൽ നടത്താമെന്നാണോ അവർ കരുതിയിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു സേന ഒരു ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അവരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നിരിക്കണമല്ലോ. നമ്മളുടെ എല്ലാം പ്രതീക്ഷയായിരുന്നല്ലോ സേനയുടെ വരവ് എന്ന് പറയുന്നത്. നോക്കൂ സ്മൃതി, 7 മാസം മുമ്പ് ഇതേപോലെ തന്നെ രാജ്യം നടുങ്ങിയ ഒരു സംഭവം ഉണ്ടായല്ലോ. ഉത്തരകാശിയിലാണ് ആ സംഭവം ഉണ്ടായത്. നമ്മളൊന്നും അത് മറന്നിട്ടില്ലല്ലോ. 41 തൊഴിലാളികളാണ് സിൽക്കിയാര എന്ന് പറയുന്ന സ്ഥലത്തൊരു ടണൽ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിഞ്ഞിട്ട് അതിൽ പെട്ടുപോയത്. 41 തൊഴിലാളികൾ 7 മാസം മുമ്പാണ്. ഉത്തരകാശിയിലാണ്. 17 ദിവസമാണ് നമ്മളെടുത്തത് അവരെ ആ റെസ്ക്യൂ ഓപ്പറേഷന്. 17 ദിവസം കൊണ്ട് ഈ 41 പേരെയും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ആളുകളെല്ലാം കൂടി പുറത്തേക്ക് ആ ടണലിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ 17 ദിവസം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഈ പ്രദേശത്തേക്ക്, ഈ പറയുന്ന അങ്കോലയിലേക്ക് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ സർക്കാർ, ആ ഉദ്യോഗസ്ഥർ ഒരു മുൻധാരണയിലാണ് അവിടേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, മണ്ണിടിഞ്ഞിരിക്കുന്നു, ഇതിന് താഴെപ്പെട്ടിരിക്കുന്ന വണ്ടിയിലുള്ള ആൾ ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, അതുകൊണ്ട് നമുക്ക് സാവധാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഈ വണ്ടി കണ്ടെത്താം എന്നൊരു നിലപാടുമായിട്ടാണ് അവരൊക്കെ അങ്ങോട്ട് വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, ജീവിച്ചിരിക്കുന്ന നമുക്ക് മണ്ണിനടിയിൽ പോയിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതാനുള്ള ഒരു അവകാശവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, അത് ആരുടെയും ആയിക്കോട്ടെ, ഡെഡ് ബോഡി റിക്കവർ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത്. അതുവരെ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തണം. അല്ലെങ്കിൽ പിന്നെ നാഗരികമായൊരു സമൂഹമാണ് നമ്മൾ, നാഗരികരായ മനുഷ്യരാണ് നമ്മൾ എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? ഞാൻ ഈ 7 മാസം മുമ്പുള്ള ഉദാഹരണമാണ് പറയുന്നതേ. ഉത്തരകാശിയിലെ ഈ സംഭവത്തിൽ 17 ദിവസം എടുത്ത റെസ്ക്യൂ ഓപ്പറേഷനാണ് അല്ലേ. 41 തൊഴിലാളികൾ. ഈ ടണലിൽ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും ഇവരെല്ലാം മരിച്ചിട്ടുണ്ടാവുമെന്ന് അങ്ങ് തീരുമാനിച്ച പിന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ. അവിടേക്ക് വലിയ സംവിധാനങ്ങൾ വരുന്നു. നമുക്ക് ഇന്റർനാഷണലി സപ്പോർട്ട് ഉണ്ടായി അല്ലേ ആ സമയത്ത്. അന്താരാഷ്ട്ര പിന്നെ സേനാ വിഭാഗങ്ങൾ പോലും നമ്മളെ പിന്തുണച്ചുകൊണ്ട് എത്തുകയും 17 ദിവസം നീണ്ടുനിന്ന നിരന്തരമായ, രാത്രിയും പകലുമാണ് കേട്ടോ, രാത്രിയും പകലും നിരന്തരം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു രക്തസാക്ഷി പോലും ഉണ്ടാകാതെ ഈ 41 പേരെയും പുറത്തേക്ക് കൊണ്ടുവന്നൊരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഒരു സംസ്ഥാനത്താണ് ഈ പറയുന്ന ഇത്രയും അലംഭാവത്തോടുള്ള സമീപനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ തീരുമാനിച്ചിരിക്കുകയാണെന്നേ, ഇനി there is no scope, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഈ പണിയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. വളരെ സിമ്പിളായിട്ടല്ലേ ഇന്നലെ വന്ന കേന്ദ്രമന്ത്രി കുമാരസ്വാമി പറഞ്ഞത്, വെയിറ്റ് ഫോർ 1 or 2 days എന്ന് പറഞ്ഞാൽ നിങ്ങളിനിപ്പോൾ 1-2 ദിവസം കൂടി കാത്തിരുന്നാൽ ഞങ്ങളിത് പുറത്തേക്ക് കൊണ്ടുവരാം, പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ മൃതദേഹം നിങ്ങൾക്ക് കൈമാറാമെന്നുള്ള മാനസികാവസ്ഥയാണ്. ഇതേ മാനസികാവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ സേനയുടെയും ഒക്കെ പെരുമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമാണ്. Meet the editors.